ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ യൂണിക്കോണിൻ്റെ ഷോക്ക് ഇമ്പിൾസിൽ കയറ്റാൻ കഴിയുമെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അതേമാതിരി എഫ്സിൻ്റെ ഷോക്കും നമ്മൾ രണ്ടും പരീക്ഷിച്ച് നോക്കിയതാണ്. ഇപ്പോൾ ഒരു വണ്ടി ഉണ്ട് നമ്മളിൽ, അതിൽ യൂണിക്കോണിൻ്റെ ഷോക്കാണുള്ളത്. അപ്പോൾ ആ വണ്ടിയാണിത്, നമ്മളെ എല്ലാ വീഡിയോസിലുള്ള വണ്ടിയാണ്. ഇതിൽ നമ്മൾ കയറ്റിയിട്ടുള്ളത് എന്താ യൂണിക്കോണിൻ്റെ ഷോക്കാണ് കേട്ടോ. ഇതിൻ്റെ കയറ്റുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ട് തരാം. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് എടാ ഒന്ന് ഓടുക, ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ. ജസ്റ്റ് ഈ വേണേൽ ഇരുന്നാൽ മതി. ഇജ്ജ് ഇരുന്നോ, കാലം എത്തുന്ന കണ്ടില്ലേ? ഇതാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ്. അതിൻ്റെ കാല് ഇങ്ങനെ എത്തുന്നത്. പിന്നെ ആക്ഷൻ ഇറങ്ങി എന്താ ആക്ഷൻ ഉണ്ട് എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു കൊല്ലായില്ലേ, കണ്ടില്ലേ? അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നല്ല ആക്ഷൻ ഉണ്ട്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒറിജിനലിന് ഇതിന് അത്ര ആക്ഷൻ ഒന്നും കിട്ടില്ല, എന്നാലും എനിക്ക് ആക്ഷൻ ഉണ്ട്. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിൽ സോഫ്റ്റ് അതിന് ഹാർഡ് ഉണ്ടാവും. അത് സോഫ്റ്റിലേക്ക് ആക്കിയാൽ മതി. ഇപ്പുറത്തല്ലേ അത് ഞാൻ കാണിച്ചതിൻ്റെ വേറൊരു വീഡിയോയിലുണ്ട്. അപ്പോൾ ഞാൻ ഇത് പിറ്റേന്ന് വീഡിയോ ഉണ്ട്, അതിലിട്ടരാം. പിന്നെ നമ്മളൊന്നും ചെയ്തില്ലല്ലോ ഇതിൻ്റെ അകത്ത്. ഹൈറ്റ് ഈ ഒന്ന് നേരക്ക് പിടിച്ചോ, വണ്ടി ബാക്ക് പിടിച്ചാൽ വണ്ടീൻ്റെ ഹൈറ്റ് അറിയണത് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ കയറ്റിയാണ്. ഇത് പൾസറിൻ്റെ ഹെഡ് ലാമ്പാണ്. ഇത് ഹിമാലയൻ്റെ. പിന്നെ എന്താ ഇത് ഇതിൻ്റെ ഒറിജിനലല്ലേ, ഒറിജിനൽ ഇമ്പിൾസിൻ്റെ കേട്ടോ. പിന്നെ എക്സ്ട്രാ നമ്മൾ ഇതിലൊന്നും കയറ്റിയില്ലല്ലോ. പിന്നെ അതേമാതിരി ഇൻഡിക്കേറ്റർ ഹിമാലയ, അതൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഫുള്ള് പണിയെടുത്തപ്പോഴുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ ലിങ്ക് നമ്മൾ ഇതിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഈ ഷോക്ക് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ട്, അതിൻ്റെ ഓഡിയോ ഉണ്ടാവില്ല. ആ ഓഡിയോ ഞാൻ സെപ്പറേറ്റ് പറയാം കേട്ടോ ചെയ്യാം. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ കയ്യിൽ ഇമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും മോണോഷോക്ക് കംപ്ലൈൻ്റ് ആവുക, അതായത് മോണോഷോക്ക് ലീക്ക് ആവുക. അപ്പോൾ ഇതിൻ്റെ മോണോഷോക്കിന് പറഞ്ഞാൽ 7000 സംതിങ് രൂപ റേറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു മോണോഷോക്കിന് ഇമ്പിൾസ് കേട്ടോ, ഹീറോ ഇമ്പിൾസ് പഴയ മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ മോണോഷോക്കിന് പറഞ്ഞാൽ ഒരു 7 റുപ്യ റേഞ്ച് റേറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ എവിടെന്നെങ്കിലും ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നിങ്ങളെ മോണോഷോക്ക് കംപ്ലൈൻ്റ് ആയാൽ നിങ്ങൾക്ക് വേറൊരു മോണോഷോക്ക് വെച്ച് ഏതെങ്കിലും അഡ്ജസ്റ്റബിൾ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. എന്നുവെച്ചാൽ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ബാക്കിൽ നല്ല വെയിറ്റ് വരുമ്പോൾ മോണോഷോക്ക് ചിലപ്പോൾ ഇരുന്ന് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഏത് സൂട്ട് ചെയ്യുന്നതൊക്കെ ആയിരിക്കും നിങ്ങൾ ചോദിക്കുക. അപ്പം മെയിനായിട്ട് 2 മെത്തേഡ്, നിങ്ങൾക്ക് ഏത് മോണോഷോക്കും യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കുക, അതിൻ്റെ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ, ഒറിജിനലിൻ്റെ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുക്കാം, സ്ക്രീനിൽ കൊടുക്കാം. പിന്നെ പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളെ കയ്യിൽ ഒറിജിനലില്ല, ഒറിജിനൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ വരുന്നില്ല. പിന്നെ നമ്മളെ കയ്യിൽ എമൗണ്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ യൂണിക്കോണിൻ്റെ മോണോഷോക്കാണ് ഇതുമ്പോൾ കയറ്റി. ഇത് പറഞ്ഞപ്പോൾ ഫുള്ള് ആക്സിഡൻ്റായിട്ട് ഫുള്ള് വർക്ക് എടുക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പം യൂണിക്കോണിൻ്റെ സൂട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂട്ടൊന്നുമല്ല. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ വാഷറിട്ട് കയറ്റിയതാണ്. ഇതിൻ്റെ ഏകദേശം കനം എന്ന് പറഞ്ഞാൽ ഈ ഒരു വിടുത്ത് വരണം ഇവിടേക്ക്. പക്ഷേ നമ്മൾ ആ വിടുത്തില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ 2 വാഷർ കാര്യങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. നിങ്ങൾക്കിത് നിങ്ങൾ പെട്ട അവസ്ഥയിലൊക്കെ ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല വണ്ടീൻ്റെ സിങ്ങാമുഷ് കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആവും. നമ്മൾ ഈ ഷോക്ക് എന്ന് പറഞ്ഞാൽ എഫ്സെറ്റിൻ്റെ ആണ്. ഇത് നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ട് എഫ്സെറ്റിൻ്റെ ഷോക്ക് കയറ്റിയാണ്. ഇതിൻ്റെ ഈ ബുഷ് കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ച് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ബുഷ് കാര്യങ്ങൾ നമ്മൾ അടിച്ചുണ്ടാക്കിയാണ്. ഇതൊക്കെ സൂട്ടാണ് കേട്ടോ. നമ്മൾ നോക്കുകയാണെങ്കിൽ എഫ്സിൻ്റെ ഈ 2 ഭാഗവും സൂട്ടബിളാണ്. പക്ഷേ ഇതിൻ്റെ ഇത് കിട്ടാറില്ലായിരുന്നു, ബാരിങ് കാര്യങ്ങൾ. അതായത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന
ഉള്ളിൽ വരുന്ന സ്ലീവ് കാര്യങ്ങളൊന്നും കിട്ടാനില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒരു ലെയ്ത്ത് പോയിട്ട് ഇതൊക്കെ മേക്ക് ചെയ്തതാണ്. അപ്പോൾ സ്ലീവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫ്സിൻ്റെ ഷോക്ക് അടിപൊളിയാണ്, പക്കയാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് കയറ്റാവുന്നേ ഉള്ളൂ. ഒരു കുഴപ്പമുണ്ടാവില്ല എന്നല്ല, നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് യൂസ് ചെയ്യാം, അത്ര പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നൊന്നും നടക്കലില്ല. നിങ്ങൾ എവിടെയും പെട്ടൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് എഫ്സിൻ്റെ ഷോക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ എഫ്സിൻ്റെ യൂണിക്കോണിൻ്റെ ഷോക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാട്ടോ. അപ്പോൾ നിങ്ങൾ അത്തരത്തിലിടുക, അതായത് ഇതിൻ്റെ ലെങ്ത്ത് കുറവായിരിക്കും. അപ്പം ഒന്നെങ്കിൽ അവിടെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടിയിടാം. പിന്നെ ഇതേമാതിരി വാഷർ വെച്ചിട്ട് എഫ്സിൻ്റെ ഓക്കെ സീല് കാര്യങ്ങളൊക്കെ ഉണ്ട്, എഫ് ജി നിങ്ങൾ യൂസ് ചെയ്യാം. എഫ് ജി ആയിരിക്കും ഏറ്റവും ബെറ്റർ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ എഫ് ജി ആയിരിക്കും. ഞാൻ ഒരിക്കലും നല്ലതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, നല്ലത് ഇതിൻ്റെ ഒറിജിനലിന് ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഞാൻ പറയുള്ളൂ. ഈ ഷോക്ക് എന്ന് പറയുന്നത് എഫ്സിൻ്റെ ഷോക്കാണ് കേട്ടോ, എഫ്സെറ്റിൻ്റെ ഷോക്കാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സെക്കൻഡ് എടുത്താണ് പഴയ മാർക്കറ്റിൽ നിന്ന് 1000 രൂപ വന്നിട്ടുള്ളൂ നമുക്ക് പഴയതിന്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കൊല്ലത്തോളം അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഇരുന്ന് പോയി നമുക്ക്. നമ്മളെ മോണോഷോക്കിൻ്റെ നമ്മളെ സാധാ വർക്കിംഗ് തന്നെ വണ്ടി ഇരുന്ന് പോയി. രണ്ടാളൊക്കെ വെച്ച് പോകുമ്പോൾ വണ്ടി നല്ല രീതിയിൽ ഇരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ ആ സൈഡ് കാണാൻ പറ്റും, ആ ഷോക്ക് വരുന്ന ഇതൊക്കെ ഉള്ളിൽ സ്പ്രിങ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഷോക്ക് മാറ്റിയിട്ട് യൂണിക്കോണിൻ്റെ ഷോക്ക് കയറ്റുന്നത്. പിന്നെ പുതിയ ഫ്രഷ് എടുക്കാൻ ഇപ്പോൾ ഒരു ബഡ്ജറ്റും ഇല്ല. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കംഫർട്ട് ആയിരുന്നു കേട്ടോ. ഇത് നമുക്ക് വർക്കിംഗ് ഒക്കെ പക്കായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ നല്ല ലഗേജ് വരുമ്പോഴൊക്കെ വണ്ടി ഇരുന്ന് പോകും. മറുകാട് വന്നിട്ട് ടയർമ തട്ടുന്നൊരു ഫീലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഒഴിവാക്കിയത്. പിന്നെ പറഞ്ഞാൽ യൂണിക്കോണിൻ്റെ ഷോക്കാണ് നമ്മളിപ്പോൾ കയറ്റിയത്. യൂണിക്കോണിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്കിംഗ് ഒക്കെ കുഴപ്പമൊന്നുമില്ല. ഹൈറ്റ് ഉണ്ടാവും, നല്ല ഹൈറ്റ് ഉണ്ടാവും. എഫ്സിനെക്കാട്ടി നല്ല ഹൈറ്റ് നമുക്ക് തോന്നിക്കും. നമ്മുടെ ഫ്രണ്ടിലുള്ള വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഹൈറ്റ് ഉണ്ട് നല്ലോ. പിന്നെ പറഞ്ഞാൽ ഇതിൻ്റെ ഹാർഡ് സോഫ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ സോഫ്റ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സസ്പെൻഷൻ ഉണ്ടാവും. ഹാർഡ് ആക്കി വെക്കുമ്പോഴാണ് സസ്പെൻഷൻ കുറയുന്നത്. അപ്പോൾ ആ ഹാർഡിൽ നിന്നുള്ള സോഫ്റ്റിലേക്ക് ആക്കിയാൽ മാത്രം മതി. പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും യൂണിക്കോണിൻ്റെ ഷോക്ക്. നമ്മൾ ഫ്രണ്ടിലിട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തോളമായിട്ട് ഇപ്പോൾ നമ്മൾ അത് തന്നെയാണ്, ഈ ഷോക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ.